ഹായ് ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാറാണ്. അത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇത് നോക്കേ, ഇതാണ് നമ്മുടെ നിസ്സാൻ്റെ GTR R34. ഇതിൻ്റെ ഈ ഒരു മോഡല് നമ്മുടെ പോൾ വോക്കറിൻ്റെ കാറാണ് ഈ കാണുന്നത്. പോൾ വോക്കർ എഡിഷൻ നിസ്സാൻ സ്കൈലൈൻ GTR R34 ആണ്. ഇതിൻ്റെ ഡീറ്റെയിലിങ് നിങ്ങൾ നോക്കി, നല്ല കിഡിലൻ ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ അതിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടതാണ്. പിന്നെ സാധാരണ ഒരു സ്കെയിൽ മോഡലിൽ വെച്ചിട്ട് ഇത് ഭയങ്കര പ്രൈസിങ്ങിൽ അഫോർഡബിളാണ്. അതുകൂടാണ്ട് ഇതിൻ്റെ ബ്ലൂ കളർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതൊരു ബോക്സാണ്. ഇങ്ങനെയാണ് ഒരു ബോക്സ് ട്രേ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ബ്ലൂ, 2 പേർപ്പിൾ, 1 വൈറ്റ്, 2 സ്കൈലൈൻ, 2 പോൾ വോക്കർ എഡിഷനാണ് വരുന്നത്. നമ്മുടെ പോൾ വോക്കർ മരിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ പോൾ വോക്കർ മരിച്ചത് പോൾ വോക്കറല്ല ആ വണ്ടി ഓടിച്ചിരുന്നത്. പോൾ വോക്കറുടെ ഡ്രൈവറാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കോമൻറ്റിൽ അറിയിക്കുക. ഇതിൻ്റെ ലൈറ്റ്സ് കത്തും, അതുപോലെ ടെയിൽ ലൈറ്റും കത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഇതിൻ്റെ ബാക്ക് ഓപ്പൺ ആവും, അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ബോണറ്റും ഓപ്പൺ ആവും, ഡോർ ഓപ്പൺ ചെയ്യാം. അതുകൂടാണ്ട് മിറേഴ്സ് ഫോൾഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ട, അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റ് ജോബ് ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഇതിൻ്റെ പെയിൻറ്റ് ജോബൊക്കെ വെറുതെ സീൻ പെയിൻറ്റ് ജോബാണ്. അലോയ്സിൽ കാലിപ്പർ അങ്ങനെ കാര്യങ്ങളുണ്ട്. അലോയ്സ് നോർമൽ പ്ലാസ്റ്റിക്കിലാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ടയേഴ്സ് ഇട്ടാണ് ആവും. കണ്ട, ഡീറ്റെയിലിങ്ങിൽ അവർ പൊളിച്ച്. ഇത് പോൾ വോക്കർ എഡിഷൻ. ഇതാണ് പേർപ്പിൾ. നോക്കിയേ, ഇതിൻ്റെ കളർ ചേഞ്ച് ആവട്ടെ. ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ ഇത് ബ്ലൂ, ഇങ്ങനെ പിടിച്ചാൽ വയലറ്റ്, വേറൊരു ആംഗിളിൽ നോക്കിയാൽ വയലറ്റ് അല്ല, ആക്ച്വലി ഇത് പേർപ്പിളാണെന്നാണ് എൻ്റെ വിശ്വാസം. അത്യാവശ്യം നല്ല പെയിൻറ്റ് ജോബാണ്. അതിൻ്റെ ഷൈനിങ് നോക്കിയാൽ നിങ്ങൾ ഇതിനകത്ത് കുറേ ഗിൽറ്റ് ആഡ് ചെയ്തിരുന്നു പെയിൻറ്റിൽ. ഇതുപോലെയുള്ള പെയിൻറ്റ്സ് ഉണ്ട്. ഡോർ ഓപ്പൺ, ഇതിൻ്റെ ഡോർ ഓപ്പൺ ആവട്ടെ. അതുപോലെ തന്നെ മിറേഴ്സ് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് ബ്ലൂ കളറിൽ. ഓരോ ആൾക്കാർക്കും ഓരോ കളേഴ്സായിരിക്കും ഇഷ്ടം കൂടുതൽ. ചിലവർക്ക് പോൾ വോക്കറിൻ്റെ കളറായിരിക്കും ഇഷ്ടം, പോൾ വോക്കർ എഡിഷൻ. അത് ഫാസ്റ്റ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞ മൂവിയിലാണ് ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ടു ഫാസ്റ്റ് ടു ഫ്യൂരിയസ് എന്ന് പറഞ്ഞ മൂവിയിലാണ് ഈ ഒരു വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, പോൾ വോക്കർ. പിന്നെ അതിൻ്റെ അടിയിൽ ബ്ലൂ നിയോൺ ലൈറ്റ്സും വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ബ്ലൂ നിയോൺ ലൈറ്റ്സ് ഇല്ലാതെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് വെക്കേണ്ടി വരും, ബ്ലൂ നിയോൺ ലൈറ്റ്സൊക്കെ ഇതിൽ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് കോമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഉള്ളത് വൈറ്റാണ്. ഇതുണ്ട വൈറ്റ് സ്കൈലൈൻ. ഇതും നല്ല ഡീറ്റെയിലിംഗ് ആണ് എല്ലാം. ഇതിൻ്റെ പക്ഷേ അലോയ്സിൻ്റെ കളർ വ്യത്യാസമുണ്ട്. നമ്മുടെ ഇതിൻ്റെ സിൽവർ ആണെങ്കിൽ ഇതിൻ്റെ ബ്ലാക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ബ്ലൂവിൻ്റെയും ബ്ലാക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൻ്റെയും ബ്ലാക്കാണ്. ആകെ പോൾ വോക്കർ എഡിഷൻ്റെ മാത്രമാണ് സിൽവറായിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസിങ് എന്ന് പറയാനാണെങ്കിൽ അത്ര വലിയ എമൗണ്ട് ഒന്നുമില്ല. അറൗണ്ട് ഒരു 1700 1800 റുപ്പീസ് ഷിപ്പിംഗ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പക്ഷേ സാധനം പക്കാ വോത്താണ്. നിങ്ങൾ ഇതൊക്കെ ഒരുപാട് ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരുടെയും പ്രൊഡക്റ്റ് ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കണമെന്നില്ല. പിന്നെ പ്രൈസിങ്ങിലും വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ കൂടുതൽ കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡീലേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാത്രം ഇതൊക്കെ മേടിക്കുക. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ പുള്ളിയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. പുള്ളീനെ കോൺടാക്റ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സൊക്കെ ഇതേ ക്വാളിറ്റിയിൽ, ഞാൻ ഏത് ക്വാളിറ്റിയാണ് നിങ്ങളെ കാണിച്ചത് ഈ ക്വാളിറ്റി തന്നെ കിട്ടുന്നതാണ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ ഫുള്ള് ഓപ്പണിങ്. ഇതിൽ ഡോഴ്സ് ഓപ്പൺ ആവും, ഹുഡ് ഓപ്പൺ ആവും. ഇതിൽ എൻജിനൊക്കെ നിങ്ങൾക്ക് കാണാം. എൻജിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽഡ് ആണ്. കണ്ട, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് എൻജിന്. ഞാനത് നിങ്ങളൊന്നും കൂടെ ഇത് കാണിച്ചു തരാണ്ട. എൻജിൻ്റെ ഉള്ളിലെ ഡീറ്റെയിലിംഗ് നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ
പെയിൻറ്റ് നിങ്ങൾക്കിപ്പോൾ നല്ല ശരിക്കും നല്ല ഷൈനിങ് ആയിട്ടുണ്ടാവും. കണ്ട നല്ല എൻഡ് ടു എൻഡ് ഡീറ്റെയിലിംഗ് ഉള്ള സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇതിനകത്ത് ഹുഡ്, ഡോസ്, പിന്നെ ബൂട്ടും ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്കിൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സ്കൈ ലൈൻ നിസാൻ GTR കണ്ട, സ്കൈ ലൈൻ GTR. പിന്നെ എക്സോസ്റ്റിൻ്റെ ടിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ സൗണ്ട് ഉണ്ട് കേട്ടോ. കണ്ട, ഇത് റിമൂവ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് നിങ്ങൾ റിമൂവ് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ സൗണ്ടും ലൈറ്റ്സൊക്കെ കണ്ട, ഇതിൽ ലൈറ്റ്സും ബാക്കിലും ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. കണ്ട ബാക്കിൽ കണ്ട, ഫ്രണ്ടിൽ നല്ല ഹെഡ് ലൈറ്റ്, ബാക്കിൽ ടെയിൽ ലൈറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നിസാൻ GTRൻ്റെ വിശേഷങ്ങൾ. ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളെ ജസ്റ്റ് ഇതൊന്ന് കാണിക്കണമെന്ന് തോന്നി. എന്നിട്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഞാൻ ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.